അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇതാണ് നമ്മളുടെ ബോക്സ്. ഇത് തുറക്കുമ്പോൾ അതിനകത്തുള്ളത് ഒരു യൂസർ മാനുവലാണ്. എങ്ങനെയാണിത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ളത് ഇൻസ്ട്രക്ഷൻസ് അതിനകത്തുണ്ട്. പിന്നെ ഒരു സ്ക്രൂവും ഒരു ഫിഷറും ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ബബിൾ റാപ്പ് ചെയ്ത് ഇപ്പോൾ കൊറിയർ ചെയ്യേണ്ടി വന്നാലും ഡാമേജ് ആകാത്ത വിധത്തിൽ ബബിൾ റാപ്പ് ചെയ്താണ് വരുന്നത്. ഇതാണ് നമ്മളുടെ പ്രോഡക്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സ്വിച്ചിൻ്റെ സൈഡിൽ നമുക്ക് വെക്കേണ്ട സ്ഥലത്തേക്ക് ഇത് വെച്ചിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു ഹോൾ ഇടുക. ഹോൾ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ ആ ഫിഷർ വെച്ചിട്ട് ഈ പ്രോഡക്റ്റ് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ താഴത്തൊരു വയർ ഒതുക്കി വെക്കാനായിട്ട് 2 ഗ്രൂവ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ സ്വിച്ച് ബോർഡ് ലെഫ്റ്റിലേക്കാണെങ്കിൽ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കാണെങ്കിൽ റൈറ്റിലേക്കും സേഫായിട്ട് വെക്കുക. എന്നിട്ട് നമ്മളുടെ സ്വിച്ചിൻ്റെ 2 സ്ക്രൂ അഴിച്ചിട്ട് അതിലേക്കാണ് ഇതിൽ നിന്ന് വരുന്ന 2 ലൈൻ കണക്ട് ചെയ്യേണ്ടത്. അത് കണക്ട് ചെയ്ത് സ്വിച്ചിലേക്ക് തന്നെ ആ 2 ലൈൻ കണക്ട് ചെയ്താൽ സ്വിച്ചും വർക്ക് ചെയ്യും, നമ്മളുടെ ഈ ബേഡും സ്വിച്ചായിട്ട് വർക്ക് ചെയ്യും. ഇല്ല സ്വിച്ച് വേണ്ടെന്നുണ്ടെങ്കിൽ സ്വിച്ചിൽ നിന്ന് ഊരിയിട്ട് ഡയറക്റ്റ് ഇതിലേക്ക് 2 ലൈൻ കൊടുത്താൽ മതിയാകും. ഇപ്പോൾ ഇതുപോലെ രണ്ടും വർക്ക് ചെയ്യുന്നത് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്.